മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോമലത ഔഷധ ഗുണങ്ങളുടെ കലവറയാണ് സോമലത എന്നറിയപ്പെടുന്ന ഈ വള്ളിച്ചെടി. ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങൾക്കനുസരിച്ച് ഇലകൾ വിരിയുകയും പൊഴിയുകയും ചെയ്യുന്ന അപൂർവ സസ്യമാണ് സോമലത. ചന്ദ്രൻ്റെ ഭൂമിയിലെ പ്രതിനിധിയാണ് സോമലത എന്ന് പറയുന്നു. യാഗശാലയിലെ രാജാവായി അറിയപ്പെടുന്നത് സർക്കോസ്റ്റിമ എന്നാണ്. അക്ലിപ്പീഡിയേസി കുടുംബത്തിൽ പിറന്ന സോമലതയുടെ ശാസ്ത്രനാമം. തണുത്ത കാലാവസ്ഥയാണ് ഈ സസ്യത്തിന് വളരാൻ പറ്റിയ കാലാവസ്ഥ. 48 തരത്തിൽ സോമലതകൾ ഉണ്ടെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. പൂജാവസ്തുവായ സോമലത ഒന്നാന്തര അണുനാശിനിയും ഉന്മേഷദായിനിയുമാണ്. കല്ലടിക്കോടൻ മലനിരകളിലാണ് സോമലത അധികവും കണ്ടുവരുന്നത്. ഏകദേശം 2 ഡസനിലേറെ ഇനങ്ങളിൽ സോമലത കണ്ടുവരുന്നു. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ ദിവ്യ വള്ളിയെ അലങ്കാരച്ചെടിയായി വീട്ടുമുറ്റത്ത് വളർത്താം. ചെടി പറിച്ച് നടാൻ പറ്റിയ സമയം പൗർണമിയാണ്. സോമലത വെളുത്ത പക്ഷത്തിൽ മാത്രമേ വളരുകയുള്ളൂ. ബാക്കി സമയം നിദ്രയിലായിരിക്കും. സോമരസം സോമലത എന്ന സസ്യത്തിൽ നിന്നും പ്രത്യേക പ്രക്രിയകളിലൂടെ അതിൻ്റെ നീരൂറ്റിയെടുത്ത് നിർമ്മിക്കുന്ന പാനീയമാണ് സോമം അഥവാ സോമരസം. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള പാനീയമാണ് സോമരസം. യാഗങ്ങളിലും മറ്റും സമർപ്പിക്കുന്ന യാഗദ്രവ്യവുമാണിത്. വേദത്തിൽ സോമരസത്തെക്കുറിച്ച് ധാരാളം പരാമർശിച്ചിട്ടുണ്ട്. സോമരസം ഇന്ദ്രനും അങ്കിരിസിനും സമർപ്പിച്ചാണ് ചിത്രയാഗങ്ങളും നടക്കുന്നത്. സോമരസം അർപ്പിക്കൽ സോമയാഗത്തിൻ്റെ 4-ാം നാളാണ്.